ഓടോ. ഞാൻ ഇതിനെക്കാട്ടി വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ കണ്ട ഇതിനെ പഠിപ്പിക്കണ്ട കേട്ടാ. ഇതിനെക്കാട്ടി ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടാ. വാട്ട്സ് എ പ്രോബ്ലം? വാട്ട്സ് എ പ്രോബ്ലം? ആ ഇന്ത്യക്കാരൻ എന്നെ വെറുതെ തള്ളി വെറുതെ എന്നെ. ഞാൻ എന്റെ സ്നേഹത്തിനെ തരുന്ന അവിടെ. പ്രയാസപ്പെടേണ്ട, മലയാളിയാണ് ഞാൻ. മലയാളിയാണ്? എന്താ പ്രോബ്ലം? നിങ്ങൾ ഈ ഹോട്ടലായിട്ട് കുറെ കാലായി? ഞാനൊരു 2 years തന്നെ. ഓ. ഇവിടെ ഒരു ചായക്ക് ഏകദേശം എത്ര റുപ്യ ഉണ്ടാകുമ്പോ കുടിക്കണമെങ്കിൽ? ഒരു 110 രൂപയോ. 110? ഓ. നമ്മളെ നാട്ടിലത്തെ? അതെ. ഊണിനോ? ഊണിന് ഒരു 250 രൂപയാവും. ഞങ്ങളെ നാട്ടിൽ 250 രൂപ ഒരു കല്യാണം നടത്താം. സത്യം. നമ്മുടെ നാട്ടിൽ ഇതിലും കൂടുതൽ നടത്താം. ഞാനെന്താ വന്നു വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓനെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ ഓനെ? കുറെ കാലം മുന്നേ നാട് വിട്ട് വന്നതാ. ഈ ഹോട്ടലിലോ? ഈ ഹോട്ടലിലോ? ആന്ന്. ഇത് 5 star ഹോട്ടലാ. ഇവിടെ അങ്ങനെ ആരും ഇല്ല. നിങ്ങളെ പോലുള്ള സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർ ഇവിടെ കയറി വരില്ല. ഇതിന്റെ മുതലാളിയുടെ പേരെന്താ? മുതലാളിയോ? റിച്ചാർഡ് ഹാഡ്ലി. മൂപ്പര് വീട് എവിടെയാ? മൂപ്പർ ഇവിടെ അല്ല, ബാംഗ്ലൂരാ. ഇവിടെ അല്ല, നമ്മളെ തലശ്ശേരി അല്ല, കോഴിക്കോട്. ബാംഗ്ലൂരാ. ഓ. സത്യം പറയാ നിങ്ങള്? റിച്ച് ടീമാണ്. സാധാരണ നമ്മളെ പോലെ ആൾക്കാരൊന്നും അല്ലേ? അല്ല, ഇവിടെ റൂമിന് എത്ര രൂപ ചാർജ് ഉണ്ടാവും ഒരു ദിവസം? ഒരു 12,000 രൂപ വരും. 12,000 രൂപ ഉണ്ടാവും പ്ലസ് ടാക്സ്. അപ്പൊ എത്ര ഉണ്ടാവും? 25,000 വരും. അത്ര വരൂ? അപ്പൊ നമുക്ക് ആ കുളത്തിൽ കയറി കുളിക്കാൻ പറ്റൂ? കൊള അല്ലാതെ സ്വിമ്മിംഗ് പൂളാ. സ്വിമ്മിംഗ് പൂളാണത്. കൊള ആക്കാഞ്ഞാ മതി. Yes, that's not a problem. Yeah, okay. നിങ്ങൾ എന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കൂ. ലീ മെറിഡിയയിലെ താമസം മാറ്റി താജിലേക്ക് ആക്കാം. ഓക്കെ, വൺ മിനിറ്റ്. താജിലേക്ക് ആക്കാം. അതല്ല, എന്റെ ഹോട്ടലിൽ സൗകര്യമില്ല, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. റിച്ചാർഡിനെ കുറിച്ച് അറിയാലോ നിങ്ങൾക്ക്. സാർ, നമ്മുടെ ബോംബെ പാർട്ടിയുടെ ബില്ല് സെറ്റിൽമെന്റ്. അപ്പുറത്ത് കൊടുക്കണോ? ഡിസ്കൗണ്ട് കൊടുക്കണായിരിക്കും. ഒരു 50% ഡിസ്കൗണ്ട്. ഓക്കെ സാർ. ഓക്കെ സാർ. ഇതൊന്ന് കുത്തടൂ. കുത്താം സാർ. ഓക്കെ സാർ. ഓക്കെ, ശരി സാർ. അപ്പോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടങ്ങാം. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ റൂം ബോയ് പെയ്യും വന്നായിരുന്നു. അതായിരുന്നു. ഇല്ല, നോ പ്രോബ്ലം. ഓണർ ഇല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ പേര്? റിച്ചാർഡ് ഹാഡ്ലി. ഓക്കെ. ഇയാളെ പേരോ? ഇവരെവിടെയാ പറഞ്ഞേ? ഇവിടെയല്ല, ബാംഗ്ലൂരാ. പറഞ്ഞ പോലെ ഒരു കാര്യം ഇപ്പൊ കാണിച്ചു കേട്ടോ ഞാൻ. കൊരങ്ങ എന്നെ മനസ്സിലായോ? ചിരിക്കാ തുടക്കണോ? അമ്മന്റെ ചെയിന് പൊട്ടിച്ചു വന്ന കള്ള കൊരങ്ങൻ കോവല്ലത്. എടോ, അത് ക്ലീൻ ചെയ്യടോ. ശരിക്കും തുടക്കി. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തുടക്കി. ചിരിക്കല്ലടോ. ഇയാളാരടത്? ഇതാരത്? എടോ, തുടക്കണോ അത്? ശരിക്കും വൃത്തിയാക്കണോ? അങ്ങോട്ട് പോ. ഈ ഏരിയയിലേക്ക് വരല്ലേ. അന്വേഷിച്ചോടോ എന്നെ. അതെ, എനിക്ക് മനസ്സിലായി. എന്നെ മനസ്സിലായി. എന്നിട്ട് എന്താ മനസ്സിലാവാത്ത മാതിരി കളിക്കണം? നോക്കണോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞാൻ അന്ന് കള്ളവണ്ടി കയറിയില്ലേ, എന്നിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഭയങ്കര സെറ്റപ്പായി. അതല്ല, പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു തുടക്കണത്. അല്ല, പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഞാനിവിടെ ഹോട്ടലൊക്കെ തുടങ്ങി. ദയവ് ചെയ്ത് കൊരങ്ങാന്ന് മാത്രം വിളിക്കരുത് പ്ലീസ്. അതായത് നാട്ടിൽ അമ്പന്റെ ചെയിന് പൊട്ടിച്ച് കള്ളവണ്ടി. അല്ലടോ, അതൊന്നും ഇവിടെ പറയണ്ട. വേണ്ടല്ലേ? അറിയില്ല പ്ലീസ്. അല്ലാതെ ആരാരും പെൺകുട്ടി മോളെ. സർ, ഇത് ബോംബെ പാർട്ടിയുടെ ഡിസ്കൗണ്ട് ബില്ലാ. ഒന്ന് സൈൻ ചെയ്ത് തരുമോ? Yes, wait and see. Okay. ഇവനെ മനസ്സിലായോ? എന്താ? ബോംബെയിൽ പറഞ്ഞോ? ബോംബെ പാർട്ടിയുടെ ബില്ലാ. കൊരങ്ങൻ കോവല. എന്താ? ഒരു കൊരങ്ങൻ ഉണ്ടായിരുന്നു ഇവന്റെ നാട്ടിൽ. അതിനെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇവന് കൊരങ്ങൻ കൊരങ്ങൻ ഗോപാലനല്ല, റിച്ചാർഡാണല്ലോ ഞാൻ. അതുകൊണ്ട് അവൻ അറിയില്ല എന്താ സംഭവം. ഫോൺ നമ്പർ ഒന്നും വേണം. ഇവളെ ഫോൺ നമ്പർ ഒന്നും വേണം. ഇല്ല, സ്റ്റാഫ്സിന്റെ നമ്പർ ഒന്നും ആർക്കും കൊടുക്കില്ല. സ്റ്റാഫ്സിന്റെ നമ്പർ കൊടുക്കില്ല. 9946977307. ഓക്കെ, അതല്ല, വേറൊരു കാര്യമുണ്ട്. അതായത് ഇവര് ഞങ്ങള് സ്കൂൾ പഠിക്കുമ്പോഴേ ഇവിടെ ഒരു വലിയ ചൊറി ഉണ്ടായിരുന്നു, ഒരു ചെരങ്ങ.
ചെറിയ സ്പ്രേ ഇങ്ങനെ വരുത്തിയിട്ട് തുടക്കണത്. ഉമ്മ ഒന്നും പറയല്ലടാ please. കഴിക്കുന്ന അപ്പൊ ചെറിയ മോള് പോയിക്കോളൂ കേട്ടോ. അതല്ല മോളെ അതെ, അതെ. വട്ടച്ചൊറി. എടാ. തുടക്കണത്. സോറി സോറി. ഒരു 75% 75%ഓ ഇത്രയോ? ഓക്കെ 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 ശരി. ഞാൻ നാളെ വിളിക്കട്ടോ. ബൈ. കൊല്ലു ഞാൻ. എന്താന്ന് പറഞ്ഞേ? ഇവിടുത്തെ എന്റെ പേരെന്താണെന്ന് അറിയോ നിനക്ക്? എനിക്കറിയില്ല. റിച്ചാർഡ് ഹാൻലി. പിന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ജാടായിട്ട് നടക്കണത്? കോളമാക്കല്ലേ തുടക്കടാ. ഓ, ഓ. ഇവിടെ തുടങ്ങി. ഒന്ന് ഇവിടെ തുടങ്ങി. അവിടെ തുടങ്ങി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടല്ലോ. ഏ? മൂത്രമൊഴിക്കാണ്ട് മൂത്രപ്പരിപാടിയാ. മൂത്രമൊഴിക്കണം അത്രേ ഉള്ളൂ. ആ ഇവിടെ വെച്ചാലോ? നിർബന്ധ ആ മൂത്രമൊഴിച്ചിട്ട് ആ വഴിക്ക് പോയിക്കോട്ടോ. മോളെ ഞാൻ എവിടെ മൂത്രമൊഴിക്കണ്ടേ? അതായത് ഇവിടെ നേരെ പോവാ. നേരെ പോയിട്ട് റൈറ്റിലേക്ക്. റൈറ്റിൽ നിന്ന് വലത്തോട്ട്, പിന്നെ ലെഫ്റ്റ്, ലെഫ്റ്റ്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയി അവിടെയാണ് ബാത്റൂം. അവിടെ മൂത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ പോയിട്ട് മൂത്രം ഒഴിച്ചിട്ട് വാട്ടാ. അമ്മേ ഇതെന്താ ക്രിക്കറ്റ് കളിക്കാ? ഇങ്ങനെയാണോ തുടക്കല്? തുടക്കണ്ട നീ. പോ 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 പോ. ശോ ഓരോ കുരിശുകള്. എക്സ്ക്യൂസ് മീ കമോൺ. എന്തേ? അല്ല വാട്ട് സർ? നമ്മുടെ ബോംബെ താജിന്ന് കസ്റ്റമേഴ്സ് വിളിക്കും. അപ്പോൾ നീ ഒരു എക്സ്ക്യൂസും കൊടുക്കണ്ട. എല്ലാ കാര്യങ്ങളും ടേക്ക് ആയിരിക്കണം. എല്ലാം നീ തന്നെ മാനേജ് ചെയ്യണം. പിന്നെ സെബാസ്റ്റ്യൻ ഇല്ലേ? റോബർട്ട് സെബാസ്റ്റ്യൻ. റോബർട്ട് സെബാസ്റ്റ്യൻ വിളിച്ചാൽ എന്നെ കണക്ട് ചെയ്യണ്ട. ഓക്കെ എല്ലാം പറഞ്ഞ പോലെ ശരിയാക്കണം. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അല്ല എന്റെ അച്ഛൻ ജയിലിൽ പോയ കാര്യം ഈ അറിഞ്ഞില്ല. അച്ഛൻ ജയിലിൽ പോയത് ആരുടെ അച്ഛൻ? ഇവിടെ അച്ഛൻ ജയിലില്ല. നിങ്ങളറിയില്ല? അതായത് എന്റെ അച്ഛൻ ജയിലിലായത് അറിഞ്ഞില്ല. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. അമ്മനെ ബലാത്സംഗം ചെയ്തിട്ട് അച്ഛൻ ജയിലിലാണല്ലോ. അമ്മനെ ബലാത്സംഗം ചെയ്യ അച്ഛൻ? ആ മറ്റേ നമ്മുടെ അടുത്ത വീട്ടിലെ ഗോപാലല്ലേ, ഓന്റെ അമ്മനെ ബലാത്സംഗം ചെയ്തിട്ട് അച്ഛൻ ജയിലില്ല. പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. എന്താണ് എന്റെ അച്ഛൻ നാണം കെടുത്തല്ലേ? ആളുകൾ ഇതിലെ പാസ് ചെയ്യുന്നുണ്ട്. കള്ളനാട്ടോ ഈ. എന്ത് കള്ളനായി? നീ എന്താ പറഞ്ഞേ? എന്ത്? ഈ ഹോട്ടല് 3 സ്റ്റാർ ആണെന്നല്ലേ നീ പറഞ്ഞു? 3 സ്റ്റാർ എന്ന് പറഞ്ഞു. പക്ഷെ അത് 5 സ്റ്റാർ കണ്ടാൽ തന്നെ 5 സ്റ്റാർ ആണെന്നുള്ളത്. 3 സ്റ്റാർ ആണിത്. നീ ഹോട്ടലിനെ പറ്റി എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. 5 സ്റ്റാർ ആണെങ്കിൽ കണ്ടാ. ഇത് 3 സ്റ്റാർ ആണ് സംഭവം. എന്താ നീ ഇങ്ങനെ പറഞ്ഞ? എടാ 3 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാണോ ബാത്റൂം AC ആവുക? ബാത്റൂം AC ആവുക എങ്ങനെയാ? നീ AC ബാത്റൂമിലെ പോയത്? ആ ഇവിടുന്ന് നേരല്ലേ പോയത്? നേരെ അങ്ങോട്ട് പോയി. എന്നിട്ട് റൈറ്റ് കട്ട് ചെയ്തു. അവൻ റൈറ്റ് കട്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി. അവിടെ മുട്ടി. എന്ത് മുട്ടി? മൂത്രയ്ക്കാൻ മുട്ടി. അവിടുന്ന് അവനെ അപ്പുറമുള്ള തൊട്ടപ്പുറത്തുള്ള ഡോർ അങ്ങാണ്ട് തുറന്നു. എന്ത് സുഖ, നല്ല തണുപ്പു. കള്ള 5 സ്റ്റാർ ഹോട്ടലായിട്ട് 3 സ്റ്റാർ ആണെന്ന് പറഞ്ഞില്ലേ ഈ കൊരങ്ങ കൊരങ്ങ കൊരങ്ങ. ആ ATM കൗണ്ടർ കയറി മൂത്രമൊഴിച്ചല്ലടാ നീ. ഇത് ആഘോഷങ്ങളുടെ കാലമാണ്. ആഘോഷിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ശരി, പല രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ ജനിച്ചാൽ ആഘോഷം, മരിച്ചാൽ ആഘോഷം. അതെ, എന്തിനാ സിനിമ റിലീസായാൽ ആഘോഷം, ആ സിനിമ റിലീസ് ചെയ്ത സിനിമ പൊട്ടിപ്പോയാൽ ആഘോഷം. എന്തിനാ സിനിമാക്കാർ മാത്രമല്ല രാഷ്ട്രീയക്കാർ ആഘോഷിക്കുന്നുണ്ട്. സീറ്റ് കിട്ടിയാൽ ആഘോഷം, സീറ്റ് കിട്ടിയില്ലെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പൊ പരാജയപ്പെട്ടാലുള്ള ഒരു ആഘോഷം നമ്മൾ ആരും അറിയുന്നില്ലെന്ന് മാത്രം. Everybody. ആടിവിട്ടില്ല, പെങ്ങൾക്കോ മൈൻഡും ഇല്ല, എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാ. Very good. നാട്ടിലെനിക്കൊരു വിലയും ഇല്ല, ചിലവാണി കഴിയുന്നില്ല, ഞാൻ ഇപ്പം വഴിയാ എന്റെ അമ്മാവാ. അതിലും വലിയൊരു വെരി വെരി ഗുഡ്. ഒരു ഗെയിം, അത് മാത്രമാണ് ഗെയിം. ജയിച്ചാൽ എന്റെ ടൈം, തോറ്റാലോ ടൈം. നേതാവാകാൻ വേണ്ടി ജനിച്ചതാണ് ഈ മണ്ണിൽ, തീയിൽ മുളച്ചതാ ഞാൻ, തീയിലേറ്റു പാടില്ല. താടി വീട്ടിൽ കേട്ടുന്നില്ല, പെങ്ങൾക്കോ മറ്റും ഇല്ല, എല്ലാവർക്കും സ്വന്തം കാര്യം
വെറുതെ തോൽവി ആഘോഷ പരിപാടിക്ക് വരണ്ടായിരുന്നു. നടുവിളിക്ക് പോയില്ല ദൈവമേ. ദൈവത്തെ വിളിച്ചത് അറിയും കേട്ടോ ആവും. എന്തായാലും വേണ്ടില്ല. യോ